സർ, ഭൂട്ടാൻ നുംഖോർ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തകർത്താടുകയായിരുന്നു. മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ഭൂട്ടാൻ നുംഖോറിന് പിന്നാലെയായിരുന്നു. വാഹനം എന്ന് അർത്ഥം വരുന്ന ഒരു ഭൂട്ടാനി വാക്കാണ് ഈ നുംഖോർ എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന ഒരു പേര്. അപ്പോൾ ഭൂട്ടാൻ വഴി കേരളത്തിലേക്ക്, സംസ്ഥാനത്തിലേക്ക് വാഹനങ്ങൾ കടത്തുന്നു എന്നുള്ളതാണ്. എന്റെ ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് രാജഗോപാൽ സർ ഈ ഭൂട്ടാൻ നുംഖോർ ഓപ്പറേഷൻ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുവഴി ഭൂട്ടാൻ വഴി കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നത്, അത് ആഡംബര വാഹനമായാലും അല്ലെങ്കിലും വാഹനങ്ങൾ എത്തിക്കുന്നതിൽ നിയമവിരുദ്ധമായ എന്ത് പ്രവൃത്തിയാണുള്ളത്? ഇത് നിയമവിരുദ്ധമാണോ? അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ രാജഗോപാൽ സർ. അതെ, നിയമവിരുദ്ധമാണ് നീതു. കാരണം ഭൂട്ടാൻ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. ആ രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് കടക്കുന്നതിന്റെ വ്യവസ്ഥ വേറെയുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നീട് നികുതികളിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനായിട്ട് ഒരുപാട് നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു വിദേശ രാഷ്ട്രത്തിൽ നിന്ന്, വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഏതാണ്ട് 150ഓളം വെറും വാഹനങ്ങളല്ല, ആഡംബര വാഹനങ്ങളാണ് 1 കോടി രൂപ വരെ വിലയുള്ള വാഹനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ ലാൻഡ് ക്രൂസർ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വാഹനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഇതിനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസിന്റെ മേധാവിയുടെ പത്രസമ്മേളനം നമ്മൾ കണ്ടില്ലേ? അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. 150ഓളം വാഹനങ്ങൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട്. നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത് ഇന്ത്യയിലേക്ക്, അതുവഴി കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഭൂട്ടാന് നമ്മളൊരു വിദേശ രാജ്യത്തിലെ നിയമം അനുസരിച്ച് നമ്മൾ വാഹനങ്ങൾ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ കുറഞ്ഞ പക്ഷം ആ രാജ്യത്ത് 3 വർഷം താമസിക്കണം. താമസിച്ച ശേഷം നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഏതാണ്ട് 160, 200 അടുത്ത് നികുതി അടയ്ക്കണം. ശതമാനം നികുതി അടച്ച ശേഷം ഇത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനല്ല. ഇവിടെ നേരെ വ്യാജമായ രേഖകളൊക്കെ അങ്ങ് ഉണ്ടാക്കി. അതായത് ഇന്ത്യൻ ആർമി കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വാഹനങ്ങൾ, ട്രക്കുകൾ അടക്കമൊക്കെ ലേലം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എംബസികളും വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവരുടെ വാഹനങ്ങൾ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരത് ഒഴിവാക്കും. അങ്ങനെയാണ്. അതിൽ കൂടുതൽ കാലപ്പഴക്കത്തിൽ അവർ വെച്ചേരിക്കുകയില്ല. അതിൽ റെഡ് ക്രോസിന് വാഹനങ്ങളുണ്ട്. റെഡ് ക്രോസിന്റെയും വാഹനങ്ങൾ ഇതുപോലെ തന്നെയാണ്. കുറഞ്ഞ സമയത്തേക്ക് അവർ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വാഹനവും അവർ മാറ്റും. ഈ വാഹനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങളാണ്. പിന്നെ വലിയ വിസ്തൃതിയുണ്ട്. അതേപോലെ തന്നെ പിന്നെ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല വിലയുമുള്ള വാഹനങ്ങളാണ്. ഇത്തരം വാഹനങ്ങളാണ് വ്യാജമായിട്ട് റെക്കോർഡ്സ് ഉണ്ടാക്കി ഭൂട്ടാൻ സർക്കാരിലെ, ഇത് ഇന്ത്യ കരസേനയുടെ വാഹനം വരെയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിനൊക്കെ വ്യാജ റെക്കോർഡ്സ് ഉണ്ടാക്കിയിട്ടാണ് ഭൂട്ടാൻ വഴി ഇതിനെ ഹിമാചൽ പ്രദേശിലേക്ക് കൊണ്ടുവരും. നമ്മുടെ സൈറ്റിലൊക്കെ അങ്ങനെയാണ് കയറുന്നവർ. പരിവാഹൻ സൈറ്റ് വരെ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ കേന്ദ്ര സർക്കാരിന്റെ റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ഏറ്റവും പരിപാവനമാണ്. അവരുടെ ഒരു മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഭയത്തോടു കൂടിയാണ് ശ്രദ്ധിക്കുന്നത്. എന്തായിരിക്കും അല്ലെ? പരിവാഹൻ സൈറ്റ് അത്ര വിശുദ്ധമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതുവരെ അവർ ഹാക്ക് ചെയ്തു. ഹാക്ക് ചെയ്ത ശേഷമാണ് ഭൂട്ടാനിൽ നിന്ന് കൃത്രിമ രേഖകൾ ചമച്ചിട്ട് ഇത് നേരെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ള മട്ടില് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവരും. ഹിമാചൽ പ്രദേശിലേക്ക് അങ്ങനെ നേരെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതിനെന്ത് ചെയ്യുന്ന ഈ വണ്ടി എല്ലാം അവർ പൊളിച്ചിട്ട് പല പല പാർട്സ് ആക്കി മാറ്റും, പല പീസുകളാക്കി മാറ്റും. അങ്ങനെ അത് കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ. എന്നിട്ട് ഇതിന്റെ പേര് പോലും തിരിച്ചറിയത്തില്ല, ഏത് വണ്ടിയാണെന്ന് പോലും തിരിച്ചറിയാത്ത മട്ടിൽ മാറ്റിയ ശേഷം ഇത് ട്രക്കിനകത്ത് കയറ്റി ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നിട്ടും റീഅസംബ്ലി ചെയ്തിട്ട് വലിയ വിലയ്ക്ക് വിൽക്കും. അതായത് ഭൂട്ടാനിൽ ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്കോ 20 ലക്ഷം രൂപയ്ക്കോ എന്നൊരു വാഹനം, അത് റീഅസംബിൾ ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ള മട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിന് കിട്ടുന്നത് ചിലപ്പോൾ ഇതിന്റെ 5 ഇരട്ടി, 6 ഇരട്ടി, 10 ഇരട്ടി, കോടികൾക്ക് മുകളിലൊക്കെ വില വരും ഇതിന്റെ. അതാണ് ഈ കച്ചവടത്തിന്റെ ലാഭം എന്ന് പറയുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സെലിബ്രിറ്റികളുടെ എല്ലാം അവരുടെ അങ്ങനെയാണല്ലോ, അത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതൽ വരുന്നത്. പിന്നെ അപൂർവം ചില ബിസിനസ്സുകാരും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ചില രാഷ്ട്രീയക്കാരും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊന്നും കേരളത്തില് അങ്ങനെ വലിയ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരും ഇതൊന്നും വന്നിട്ടില്ല. ആകപ്പാടെ അതിനകത്തൊരു വഴിദോഷം വന്നു പോയ നമ്മുടെ സുരേഷ് ഗോപിക്കായിരുന്നു. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്നൊരു വാഹനം, പോണ്ടിച്ചേരി നികുതി കുറഞ്ഞ രാജ്യം, അത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. അവിടെ നിന്ന് ടാക്സ് ഇളവുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലാതെ അദ്ദേഹം നിയമവിരുദ്ധമായിട്ടൊന്നും കാണിച്ചില്ല. പക്ഷെ എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നത്.
ഇപ്പൊ നമ്മൾ മാഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നികുതി കുറച്ച് കിട്ടും. പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണ്? പെട്രോളിന് 5, 6, 10 രൂപ വരെയൊക്കെ ചിലപ്പോൾ പെട്രോളും ഡീസലിനും ഒക്കെ വില കുറവ് കിട്ടുന്നുണ്ട്. അതുപോലെ മദ്യം. അപ്പൊ മാഹി പോയി മദ്യപിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാല് വാഹനം വിളിച്ചിട്ട് കണ്ണൂർ ജില്ലക്കാരെയോ അല്ലെങ്കിൽ കാസർഗോട്ടുകാരെ മാഹി പോയി മദ്യപിക്കും. അത്രയും വില കുറച്ച് കിട്ടുകയല്ലേ സാധനം എന്നുള്ള ഒരു ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ സിനിമാക്കാരാണ് ഇതിനകത്ത് കയറി കുടുങ്ങിയിരിക്കുന്നത്. പ്രശ്നത്തിനകത്ത് ചെന്ന് കുടുങ്ങി. അവരറിഞ്ഞുകൊണ്ട് പറ്റിയതാണോ? അറിഞ്ഞുകൊണ്ട് പറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ വാഹനം എങ്ങനെ വന്നു? ഏത് റൂട്ടിൽ കൂടാണ് ഇത്? ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശ്. ഇപ്പൊ നമ്മുടെ HP രജിസ്ട്രേഷൻ, HP എന്ന് പറഞ്ഞാൽ എത്ര രജിസ്ട്രേഷൻ വണ്ടികൾ അവിടെ ഓടുന്ന അറിയാം. കേരളത്തിലൊക്കെ ധാരാളമായിട്ട് ഓടുന്നുണ്ട് ഈ വണ്ടികൾ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവർ അറിയാതെ ചെന്ന് പറ്റിയതാണോ, അതോ ഇനിയും പിന്നെ അറിവുണ്ടായിട്ടും സാരമില്ല എന്നുള്ള മട്ടിൽ കരുതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ പ്രസിദ്ധരായ 2 സിനിമാ താരങ്ങളാണ്. ദുൽഖർ സൽമാൻ, ഒന്ന് ദുൽഖർ സൽമാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇത് 2 or 3 വണ്ടികൾ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ദുൽഖർ സൽമാനും രണ്ടാമത്തെ ആള് പിന്നെ പൃഥ്വിരാജ്, സുകുമാരൻ അല്ലെ? നടൻ സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പുതിയ നടനാണ്, അത് അമിത് ചക്കാലയ്ക്കൽ എന്ന് പറയുന്നത്. ഒരു പുതിയ നടനും വന്നിട്ട് അദ്ദേഹം വളരെ കുറഞ്ഞ സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. എന്നുകൊണ്ട് 10, 13 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് ആഡംബര വാഹനങ്ങൾ, 6 or 7 ആഡംബര വാഹനങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റെയ്ഡ് നടക്കുകയാണ്. അപ്പൊ ഇത് പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം വാങ്ങിച്ചതായിട്ട് രേഖകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വാഹനങ്ങൾ ഇതുവരെ പിടിച്ചിട്ടില്ല. അവിടെ മറ്റേ റെയ്ഡും കാര്യങ്ങളൊക്കെ തുടരുകയാണെന്നാണ് പറയുന്നത്. അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ വലിയ വിലയ്ക്ക്, കോടി വരെ എത്തുന്ന വിലയ്ക്ക് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ അവര് തുച്ഛമായ വിലയ്ക്ക് പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് 5, 6, 10 ഇരട്ടി തുകയ്ക്ക് ഇവിടെ വിൽക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന കൊള്ള ലാഭം എങ്ങോട്ട് പോകുന്നു? അതാണ് ഇപ്പൊ കസ്റ്റംസിന്റെയും NIA ഒക്കെ അന്വേഷണം വരുന്നത്. അതുകൊണ്ടാണ് NIA ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കള്ളപ്പണ ഇടപാടുകളാണ്, കള്ളപ്പണ തീവ്രവാദ ഇടപാടുകളാണ്. നമ്മുടെ അതിർത്തി വഴി നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പൊ ഭൂട്ടാനിലേക്ക് നമുക്ക് അത് നമ്മുടെ ഇഷ്ടപ്പെട്ട, നമ്മളുമായിട്ട് വളരെ അടുത്തൊരു രാജ്യമാണ്, സ്നേഹബന്ധമുള്ള രാജ്യമായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അവിടെ കടന്നു ചെല്ലാം. നേപ്പാളിലും അതേപോലെ തന്നെയാണ്. കടന്നു ചെല്ലുന്നതിനും പോരുന്നതിനും യാതൊരു തടസ്സമില്ല. തിരിച്ചു പോരുന്നതിനും തടസ്സമുള്ള രാജ്യങ്ങളാണ്. അവിടെ നിന്നാണ് ആ രാജ്യങ്ങളുടെ ആ ബന്ധങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഈ കള്ളക്കടത്തുകാര്, തീവ്രവാദ ഗ്രൂപ്പുകളാണ് ശരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഈ മയക്കുമരുന്ന്, തോക്ക്, പിന്നെ സ്വർണം വ്യാപകമായിട്ട് കടത്തുന്നുണ്ട്. വ്യാപകമായിട്ട് നേപ്പാൾ ഈ ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന് കടന്നു വരുന്നുണ്ടെന്നാണ്. അത് നേരത്തെ തന്നെ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ ശക്തമായ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും കാര്യമായ രീതിയിൽ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത്, ഈ പണത്തിന്റെ കൈകാര്യം ചെയ്യുന്ന ഒറിജിൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. നമ്മൾ പല കേസുകളിലും അത് കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂര് കേന്ദ്രീകരിച്ചിട്ടാണ് വലിയ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നത്. NIA കൂടെ അവിടെ റെയ്ഡ് ചെയ്യുന്നുണ്ട്. കൂടെ റെയ്ഡ് ചെയ്തിട്ട് കുറെ ആളുകളെ പിടിക്കുന്നൊക്കെ ഉണ്ട്. കോയമ്പത്തൂർ മാർക്കറ്റ് ഇതിന്റെ ഒരു വലിയ കേന്ദ്രവുമാണ്. നമ്മുടെ കേരളവുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മുടെ മുറുക്കാൻകട പോലാണ് ആക്രിക്കടകൾ മുങ്ങി വന്നുകൊണ്ടിരുന്നു. ഇടക്കാലത്തുണ്ടായ ഒരു ട്രെൻഡായിരുന്നു. ഇവിടെ നോക്കിയാലും ആക്രിക്കടകളാണ്. ആക്രി സാധനങ്ങളെല്ലാം കൂടെ വലിയ ലോറിക്കകത്ത് കയറ്റിയിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് അയക്കുക. അപ്പൊ അതിനെ ശേഖരിക്കുന്നതിനായിട്ട് ധാരാളം തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ, പുരുഷന്മാരും സ്ത്രീകളുമുള്ള തൊഴിലാളികൾ രാവിലെയൊക്കെ നമ്മുടെ വീട്ടുപടിക്ക് വരും. ആക്രി ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ദിവസം, ഒരാഴ്ചയിൽ 4, 5 ദിവസം ഒരു വരും. അതുപോലെ ആക്രി ശേഖരണം എന്നാണ് പറയുന്നത്. ശേഖരിച്ച ശേഷം ഇതെല്ലാം ലോറിക്കകത്ത് കയറ്റിയിട്ട് ആ വണ്ടി നിറയുമ്പോൾ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് അയക്കുക. പക്ഷെ ഇതിനകത്ത് വ്യാപകമായ കള്ളക്കടത്ത് നടന്നു എന്നാണ്. ഇപ്പൊ ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ അത് ആര് കയറി പരിശോധിക്കാണ്? അതിന്റെ അടിയിൽ ചാക്കുകെട്ടിനകത്ത് നോട്ടിട്ടാൽ ആര് പരിശോധിക്കാനാണ്? അവിടെ ഒരു പോലീസിനും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ചെക്ക് പോസ്റ്റുകളൊന്നും അത് പരിശോധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വ്യാപകമായ ശേഷം ഇപ്പൊ പരിശോധന വളരെ കർശനമാക്കിയിട്ടുണ്ട്. അത് കോയമ്പത്തൂരാണ് പ്രധാനപ്പെട്ട, തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് NIA കർശനമായ നിരീക്ഷണത്തിലായിരുന്നു, അവർ നോക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഈ വാഹന സംബന്ധമായ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതിനകത്ത് വലിയ നിയമപ്രശ്നങ്ങളുണ്ട്. ഈ വാഹനങ്ങൾക്ക് നികുതി അടച്ചിട്ടുണ്ടോ? നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടന്നിരിക്കുന്നത്? ഇത് പണം എങ്ങനെ കൈമാറിയിരിക്കുകയാണ്? ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ഇവർ കൈമാറിയിരിക്കുന്നത്? സിനിമാ നടന്മാരാണ്, അവരുടെ പൈസയുണ്ട്. പക്ഷെ അതൊന്നും വൈറ്റിൽ പോകത്തില്ലല്ലോ. നമ്മളെ വൈറ്റ് മണിയായിട്ടൊന്നും കൈകാര്യം മാറുന്നതല്ല ഇതൊന്നും. അപ്പൊ ഈ പൈസകൾക്ക് നികുതി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് വൈറ്റ് മണിയായിട്ടാണോ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്വേഷണങ്ങൾ നേരിടേണ്ടി വരും. ഈ പ്രമുഖരായ ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും നേരിടേണ്ടി വരും. അതേപോലെ തന്നെ അമിത്തും നേരിടേണ്ടി വരും. ഈ അന്വേഷണങ്ങളും ചോദ്യങ്ങൾക്കും ഒക്കെ മുമ്പിൽ അവർ വരും.
അതാണ് നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ലേ, ചില പേരുകള്, ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, ചില ചരിത്ര പേരുകളൊക്കെ നമുക്ക് തന്നെ സർവനാശമായിട്ട് വരുമെന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. അതിന്റെ കൃത്യമായ ഉദാഹരണമാണിത്. ഇവര് രണ്ടുപേരും ചെയ്ത രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പൊ സാന്ദർഭികമായിട്ട് ഞാൻ ഓർത്തുപോയതാണ്. ഇവർ രണ്ടുപേരും ചെയ്ത കഥാപാത്രങ്ങളെ ഓർമ്മയില്ലേ. ദുൽഖർ ചെയ്തത് കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ചെയ്തിരുന്നു. 2021 മറ്റോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് കുറുപ്പ്. നമ്മുടെ പഴയ സുകുമാരക്കുറുപ്പിന്റെ കഥയായിരുന്നു. സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് ചാക്കോ എന്ന് പറയുന്ന നിരപരാധിയെ റോഡിൽ നിന്ന് വിളിച്ചു കയറ്റി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊലപ്പെടുത്തി, വീട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി, കുറുപ്പിന്റെ കയ്യിലെയും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് ഷർട്ടും ഒക്കെ ഇടിച്ച് മാവേലിക്കരയ്ക്കടുത്തൊരു പാടത്ത് കൊണ്ടുപോയി തള്ളി അത് കാറും കത്തിച്ച് കളയായിരുന്നു. അതായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. ചാക്കോ അതൊരു നിരപരാധിയാണ്. അയാളുടെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു, അല്ലേ? ഗർഭിണിയായിരുന്ന ഒരു സംഭവമായിരുന്നു. വർഷങ്ങളാണ്, 1984 മറ്റോ ഉണ്ടായ സംഭവമാണ്. പക്ഷെ കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യാനാണോ, അല്ലെങ്കിൽ കുറുപ്പ് എന്നുള്ള കഥാപാത്രം എന്താണെന്ന് ഉദ്ദേശം മനസ്സിലായില്ല, അങ്ങനെ ഇറങ്ങിയത്. പക്ഷെ ചാപ്രാദ്യം കിട്ടിയില്ല. നിരപരാധി മരിച്ച സംഭവമായിരുന്നല്ലോ. കാത്തു നിന്ന് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നാണ് ചാക്ക് ഒരു പ്രാധാന്യം ആ സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. കുറുപ്പിന്റെ കഥാപാത്രം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതായിട്ടൊക്കെ ആയിട്ടാണ് സിനിമയ്ക്കകത്ത് വന്നത്. അത് അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ എടുക്കുമ്പോഴുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതേപോലെ തന്നെ ചില സംഭവങ്ങളാണ് നമ്മുടെ ഈ വാരിയംകുന്നന്റെ കേസിലോ തന്നെയാണ് ഉണ്ടായിരിക്കട്ടോ. വാരിയംകുന്നന്റെ കേസിലോ തന്നെയാണ്. വാരിയംകുന്നനെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അത് ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ്. ചരിത്രം നിഷ്പക്ഷമായിട്ട് നോക്കുന്നവർ പറയുന്ന നെഗറ്റീവ് കഥാപാത്രമാണ്, ഒരു വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൊക്കാൻ ആരും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് പൃഥ്വിരാജാണ് അതിന് തയ്യാറാകുന്നത്. അദ്ദേഹമാണ് തയ്യാറാകുന്നത്, ഞാൻ ചെയ്തു കളയാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നില്ല. അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ശ്രമം നടന്നില്ല. ശക്തമായ എതിർപ്പൊക്കെ ഉണ്ടായി. ഇവർക്ക് രണ്ടും, ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം എന്ന് നെഗറ്റീവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളോടും നെഗറ്റീവായ ഒരു നിലപാട് അദ്ദേഹം പുലർത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെ കടൽ തീരത്ത് ഒരു കസേരയിട്ട് ഇരിക്കുകയായിരുന്നു, അല്ലെ? കസേരയിട്ടിരിക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി ഒരു പക്ഷെങ്കിൽ അന്നത്തെ എയർപോർട്ട് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ആലോചനകളോ എന്തോ ആയിരിക്കാം, അതോ അല്ലെങ്കിൽ വിശ്രമത്തിന് പോയതായിരിക്കാം. അദ്ദേഹം അവിടെ കടൽ തീരത്ത് പോയിരുന്നു, ലക്ഷദ്വീപിലെ ആ നീല സമുദ്രത്തിന്റെ തീരത്ത് പോയിരുന്ന് കടലിലേക്ക് നോക്കിയിരിക്കുന്ന ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ അന്ന്? എന്തെല്ലാം തന്നെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രിക്ക് നേരെ വന്നത്. ഇദ്ദേഹം എന്തിനാണ് തിരയെണ്ണാൻ പോയിരിക്കുകയാണോ എന്നായിരുന്നു ഒരു കൂട്ടര്. മറ്റൊരു കൂട്ടര് പറയുന്നത് അങ്ങനെയല്ല, ലക്ഷദ്വീപിലെ പാവങ്ങളെയെല്ലാം, സാധുക്കളായ മുസ്ലിങ്ങളെല്ലാം ഒഴിപ്പിക്കാൻ പോകുന്നു. അവിടുത്തെ ജനസംഖ്യ സർവാധിപത്യ മുസ്ലിം പോപ്പുലേഷനാണ്, മുസ്ലിം ജനസംഖ്യയാണല്ലോ. അവരെയെല്ലാം ഒഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിനൊക്കെ അനുകൂലമായിട്ട് നിന്നവരാണ് ഇവിടുത്തെ ഒരുപാട് താരങ്ങൾ, അല്ലേ? പൃഥ്വിരാജൊക്കെ അത്തരം സമരങ്ങളുടെ മുമ്പന്തിയിൽ നിന്ന ആളുകളാണ്. വളരെ പറഞ്ഞിട്ട് എന്നാലും ഇവര് പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് അപലപിക്കുന്നത്, നമ്മുടെ പഹൽഗാമില് നമ്മുടെ 26 നിരപരാധികളെ വെടിവെച്ച് കൊന്ന സമയത്ത് അപലപിക്കാൻ അവർ വരത്തില്ല. അങ്ങനെ സമയം നോക്കി സന്ദർഭം നോക്കി പ്രതികരിക്കുന്ന കുറച്ച് ആളുകളാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് സൃഷ്ടിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇതിന്റെയൊക്കെ പുറകിൽ നിൽക്കുന്ന ആള്, സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ ഒരുതരം പറഞ്ഞൊരു വലിയ മാഫിയ സംഘത്തിന്റെ കയ്യിലാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് പറയുന്നത്. അതിനകത്തില് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആളുകൾ പെടുന്നുണ്ട്. സിനിമ എടുക്കാനെന്ന് പറഞ്ഞ് എവിടെ നിന്നൊക്കെയോ കോടിക്കണക്കിന് രൂപയും കൊണ്ട് വരികയാണ്. എന്നിട്ട് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, സ്ത്രീ വിഷയം എന്ന് വേണ്ട ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരെ ചൊവ്വേ സിനിമ എടുക്കുന്നവർക്ക് ഇപ്പൊ സിനിമ എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഞങ്ങൾ പറയുന്ന അതാണ്, ഈ മാഫിയ അതിൽ തന്നെ ആയിരിക്കാം. ഈ കള്ളക്കടത്ത് മാഫിയ, കള്ളക്കടത്ത്, കഞ്ചാവ്, മയക്കുമരുന്ന് മാഫിയയും സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ നടന്മാരുടെ ഈ പശ്ചാത്തലങ്ങളും അന്വേഷിക്കപ്പെടും. അതും അന്വേഷിക്കാം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം അവർക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില പേരുകൾ ഇപ്പം പറഞ്ഞില്ല. ഞാൻ ഗന്ധർവൻ എന്നൊരു സിനിമയുണ്ടായിരുന്നു പി പത്മരാജന്റെ. അദ്ദേഹം എടുത്ത അവസാനത്തെ സിനിമയാണ്. ആ സിനിമയുടെ ആദ്യത്തെ നാളുകളിൽ തന്നെ, ആ സിനിമ റിലീസായി ആദ്യത്തെ നാളുകളിൽ തന്നെ അദ്ദേഹം കോഴിക്കോട്ട് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ അന്ന് സമയത്തുണ്ടായ ഒരു കഥയാണ്. മുതുകുളത്താണ് അദ്ദേഹത്തിന്റെ വീട്. കഥയല്ല, സത്യമാണ്. അദ്ദേഹത്തോട് പലരും അന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സിനിമ എടുക്കരുത്, ഗന്ധർവനെ കുറിച്ച് ഒരു സിനിമ എടുക്കരുതെന്ന് വളരെ സ്നേഹബുദ്ധിയ പലരും ഉപദേശിച്ചായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണത്. പക്ഷെ പത്മരാജന്റെ ഒരു തീരുമാനമായിരുന്നു ഞാൻ ഗന്ധർവൻ ഒരു സിനിമ എടുക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ ആണെങ്കിൽ പത്മരാജൻ ആകാശവാണിയിലെ ജോലിയായിരുന്നല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രാദേശിക വാർത്ത കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്.
ആ മക്കളില് പത്മരാജൻ അടക്കമുള്ള ആൺമക്കളില് ഒരാൾ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി എല്ലാവരും 45 വയസ്സിന് മുമ്പേ മരിച്ചുപോയി. അറ്റാക്ക് വന്നിട്ടൊക്കെയാണ് മരിക്കുന്നത്. അപ്പൊ ഈ അമ്മ എന്നും ഭീതിയോടെ കാത്തിരിക്കുമായിരുന്നു, എന്തെങ്കിലും മകന് സംഭവിക്കുമോ. 40 വയസ്സ് കഴിയുന്ന സമയത്തൊക്കെ അങ്ങനെ കാത്തിരുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ വായിച്ച് പിന്നെ ഒരുപാട് ധാരാളം ആളുകൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ അങ്ങനെയാണ് അത് ഗന്ധർവൻ പോലെയുള്ള സിനിമ എടുക്കരുത് അദ്ദേഹത്തോട് പറഞ്ഞതുമാണ്. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ, നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ചില കാര്യങ്ങൾ ചില നിമിത്തങ്ങളായിട്ട് മാറും, ചില ആളുകൾക്ക് ചില നിമിത്തങ്ങളായിട്ട് മാറും. അത് തന്നെയാണ് ഈ സിനിമയില് നമ്മുടെ കുറുപ്പ് പറയുന്ന സുകുമാരക്കുറുപ്പിന്റെ കഥ പറഞ്ഞിടത്തും വാരിയംകുന്നൻ പറഞ്ഞിടത്തും ഇവർക്ക് നമ്മൾ പറഞ്ഞില്ലയോ, ഇവരെ നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ, എന്താകാം ഇവരുടെ വിധി എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ താമസമില്ലാതെ അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തീർച്ചയായും NIA ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതേപോലെ ഇൻകം ടാക്സും EDയും ഒക്കെ വിഷയത്തിൽ ഇടപെടും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കസ്റ്റംസ് ഓഫീസർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. കസ്റ്റംസ് വിടാതെ ഈ ഭൂട്ടാൻ നുംഖോറുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ. ഈ രീതിയിൽ കേരളത്തിൽ എത്തിച്ച വാഹനങ്ങളുടെ മുഴുവൻ പരിശോധനയും നടത്തുന്നുണ്ട്. സെലിബ്രിറ്റികളുടെ ഉൾപ്പെടെ വീടുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സാർ സൂചിപ്പിച്ചതുപോലെ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും വാഹനങ്ങൾ കണ്ടുകിട്ടിയില്ല, രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിലും അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് ഈ നടന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഗതി നടന്നിരിക്കുന്നതെങ്കിൽ കേസുമായി മുന്നോട്ട് പോകും, കേസിൽ നടന്മാരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഉദാഹരണ സഹിതം നമുക്ക് പറയാൻ സാധിക്കുന്നത് സുകുമാരക്കുറുപ്പ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിരിക്കുന്ന ഇവരുടെ ചില കഥാപാത്രങ്ങൾ, അതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അതൊക്കെ ചർച്ചയാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.